ഓം ശാന്തി. തൻ്റെ ജീവിതത്തിൽ കുറേ പരിശ്രമിച്ചിട്ടും തൻ്റെ കഠിനാധ്വാനമെല്ലാം ചെയ്തിട്ടും കൃഷിയിടത്തിൽ നിന്ന് പ്രോപ്പറായ വിളവ് കിട്ടാതെ പോയപ്പോൾ ഒരു കർഷകൻ ആ കൃഷിയിടത്തിലിരുന്നു കൊണ്ട് ഒരു പ്രഭാത സമയത്ത് ഈശ്വരനെ ചീത്ത വിളിക്കുകയാണ്. ചീത്തവിളിയിൽ അയാളുടെ ദുഃഖത്തിൻ്റെ ഭാരം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ഈശ്വരനാണ്. ഞാൻ എത്ര പരിശ്രമിച്ചു, എന്നാലാവുന്നത് മാക്സിമം ചെയ്തു, എന്നിട്ടും എനിക്ക് നല്ലൊരു വിളവ് തരാൻ പോലും മനസ്സില്ലാത്ത ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ് അയാളിങ്ങനെ കുറേ പഴിക്കുകയാണ്. അപ്പോൾ ഒരു പ്രകാശം അയാളുടെ തലയ്ക്ക് അടുത്തായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഒരു അശരീരി ശബ്ദം കേൾക്കുകയാണ്, ഭഗവാന്റെ ശബ്ദം. അവനവൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് അവനവൻ അനുഭവിക്കുന്നത്. നീ എന്തിനാണ് ഇങ്ങനെ ഈശ്വരനെ പഴിച്ചുകൊണ്ട് ആ ഒരു പാപം കൂടെ നേടുന്നത് എന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയും, ഞാൻ രാവിലെ മുതൽ രാത്രി വരെ സൂര്യോദയത്തിന് മുന്നേ വന്നിറങ്ങി സൂര്യൻ അസ്തമിച്ച് മാത്രം വീട്ടിൽ പോകുന്നൊരു കർഷകനാണ്. ഞാനൊരു മടിയനല്ല. ഇത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും അങ്ങ് പ്രോപ്പറായ സമയത്ത് കാറ്റും പ്രോപ്പറായി വേണ്ടത്ര വെള്ളം, വേണ്ടത്ര കാറ്റ്, മഴ, വേണ്ടത്ര വെയിൽ ഇതൊക്കെ തരാത്തത് കൊണ്ടാണ് എനിക്ക് കൃഷി വേണ്ടത്ര കിട്ടാത്തത്. അതുകൊണ്ട് അങ്ങ് തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടപ്പാടിൻ്റെയും ഉത്തരവാദി എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. ആ പ്രകാശം, ആ ലൈറ്റ് അവനോട് സംസാരിക്കുകയാണ്. ഓരോ മനുഷ്യനും അവനവൻ്റെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത്. അതിൽ നിന്ന് മാറ്റിവെക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. കർമ്മം കൊണ്ടേ കർമ്മത്തെ ജയിക്കാനാവൂ എന്ന് പറയും. അപ്പോൾ ഇയാൾ കുറച്ച് അഹങ്കാരത്തോടെ പറയുകയാണ്, കർമ്മം കൊണ്ട് കർമ്മത്തെ ജയിക്കാൻ സാധിക്കുമെങ്കിൽ ഈ വെയിലും മഴയും കാറ്റുമൊക്കെ കൊടുക്കാനുള്ളതായിരിക്കുന്ന അവയുടെ കൺട്രോൾ എൻ്റെ കയ്യിലൊന്ന് തന്നു നോക്ക്, ഞാൻ കാണിച്ചു തരാം കർമ്മം കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് അശരീരി ശബ്ദം ഒരിക്കൽ കൂടെ കേൾക്കും, തഥാസ്തു എന്ന്. അപ്പോൾ അയാൾ വെറുതെ സങ്കല്പിച്ച് നോക്കി, കാറ്റ് പതുക്കെ ഒന്ന് വീശിയടിക്കുകയെന്ന്. അയാൾ സങ്കല്പിച്ചതും അതുപോലെ അയാൾ കൃഷിയിടത്തിലൂടെ ഒരു മന്ദമാരുതൻ അങ്ങനെ കടന്നുപോയി. അയാൾക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. ഇനി ഞാൻ കാണിച്ചു തരാം എന്നയാൾ വിചാരിക്കുകയാണ്. അങ്ങനെ അയാൾ ഉഴുത് മറിച്ചു കൃഷിയിടത്തിൽ. മഴയോട് പറഞ്ഞു പെയ്യാൻ, അയാൾ പറഞ്ഞ അളവിൽ മഴ പെയ്തു, അയാൾ പറഞ്ഞ അളവിൽ വെയിലുദിച്ചു, അയാൾ പറഞ്ഞ അളവിൽ കാറ്റ് വീശി. വളരെ വേഗം തന്നെ ചെടികളൊക്കെ പച്ചച്ചു. ഓരോ നെൽക്കതിരും നിറഞ്ഞുള്ളതായിട്ടുള്ള നെൽക്കതിരുകൾ വന്നു. കണ്ട അയാൾക്ക് സന്തോഷം സഹിക്കാനാവില്ല. കാണുന്നുണ്ടായിരിക്കും ഈശ്വരൻ മുകളിലിരുന്നിട്ട് എത്ര നന്നായിട്ട് ഞാൻ കൃഷി ചെയ്തു എന്നുള്ളത് കാര്യം. നമ്മുടെ കയ്യിലാണ് വിളവിരിക്കുന്നത്, അല്ലാതെ ഈശ്വരന് മഴയും കാറ്റും വെള്ളമൊക്കെ കൃത്യമായി തരാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇങ്ങനെ ഒരു 100 കൂട്ടം ചിന്തകൾ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ആ വിളവെടുപ്പിൻ്റെ സമയമായി തുടങ്ങി. സന്തോഷത്തോടെ അയാൾ ഒരു ദിവസം പോയിട്ട് ഒരു നെൽക്കതിരെ പിടിച്ചു നോക്കുകയാണ്. കാരണം എല്ലാ കതിരും സാധാരണ നെൽക്കതിര് അത് വിളഞ്ഞ് പാകമാകുമ്പോൾ തല താഴേക്ക് താഴാറുണ്ട്. പക്ഷേ ഈ നെൽക്കതിരുകളൊന്നും തന്നെ പാകമായി നെല്ലിൻ്റെ നിറം മാറി, അത് ഗോൾഡൻ വർണ്ണമായി മാറി, സ്വർണ്ണവർണ്ണമായി, കതിരുകളുടെ നിറം മാറി, പക്ഷെ തല മാത്രം താഴുന്നില്ല. അപ്പോൾ അയാൾ ഒരു ദിവസം പോയിട്ട് ആ നെൽക്കതിരിങ്ങനെ പിടിച്ചു നോക്കി. ഭാരമില്ലാത്ത പോലെ ഒരു കതിര് പറിച്ചെടുത്തു, അത് പൊളിച്ചു നോക്കുമ്പോൾ അതിനുള്ള ഒരു മണി അരി പോലും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ആ മണിക്ക് ഒട്ടും ശക്തിയില്ലാത്ത വളരെ വീക്കായ മണികൾ. അപ്പോൾ അയാൾക്ക് ഭയങ്കര ദേഷ്യം വന്നു ഈശ്വരൻ്റെ അടുത്ത്. മനുഷ്യന്മാർ ചതിക്കുകയാണെങ്കിൽ ആ ചതിയനെ മനുഷ്യനാണ് ചതിക്കും നമുക്ക് വിശ്വസിക്കാമായിരുന്നു. ഭഗവാനെ അങ്ങ് ഇങ്ങനെ ചതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊട്ടും ശരിയായില്ല എന്ന് പറയാണ്. വീണ്ടും ആ പ്രകാശം വന്നു, അശരീരി ശബ്ദം കേൾക്കാൻ തുടങ്ങി. അയാളോട് പറയും, ആര് പറഞ്ഞു, ആര് നിന്നെ ചതിച്ചു, എന്ത് കഷ്ടപ്പാടാണ് ഇപ്പോൾ നിനക്കുണ്ടായതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, കണ്ടില്ലേ, ഒരു മണി നെല്ലിൻ്റെ ഉള്ളിൽ പോലും നല്ല ഒരു മണി എനിക്കിതിനുള്ളിൽ നിന്ന് കിട്ടാനില്ല, ഒരരി കിട്ടാനില്ല. ഇങ്ങനെ ഒരിക്കലും ഈ എത്ര ഫ്രഷായിട്ട് നല്ല സമൃദ്ധമായി വന്ന ചെടി, എത്ര നന്നായിട്ട് ആ ചെടികൾ വളർന്നു, എത്ര നന്നായിട്ട് അതിൽ കതിര് വന്നു, അതിനുള്ള മണി ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു കാരണം ഞാൻ കാണുന്നില്ല. ഒരൊറ്റ കാരണം, അത് അങ്ങയുടെ ചതിയാണെന്ന് പറയുകയാണ്. അപ്പോൾ പറയും, ഒരിക്കലുമല്ല, അത് നീ കൊടുത്തതായിരിക്കുന്ന വെള്ളത്തിൻ്റെയും വളത്തിൻ്റെയും കാറ്റിൻ്റെയും ദോഷമാണെന്ന് പറയും. അതിലെന്ത് ദോഷം ഉണ്ടായിരുന്നത്, ഞാനെല്ലാം കൃത്യമായിട്ടാണ് കൊടുത്തത്. അയാൾ പിന്നെയും വാശി പിടിക്കുകയാണ്. അപ്പോൾ ആ അശരീരി ശബ്ദത്തിന് കേൾക്കുകയാണ്, ഞാൻ ശക്തമായിട്ട് കാറ്റടിക്കുമായിരുന്നു. ശക്തമായിട്ട് കാറ്റടിക്കുന്ന സമയത്ത് നെൽച്ചെടികൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവയുടെ വേര് മാക്സിമം ആഴത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. വെള്ളം പ്രോപ്പറായ സമയത്ത് ഞാൻ കൊടുത്തില്ല. വൈകി വെള്ളം കൊടുക്കുമ്പോൾ വെള്ളം കിട്ടാൻ വേണ്ടി ഓരോ ചെടിയുടെയും വേരുകൾ അവയ്ക്ക് ആഴത്തിൽ എത്ര ഇറങ്ങാവുന്നോ അത്ര ആഴത്തിൽ ഇറങ്ങിപ്പോയിട്ട് അവിടെ നിന്ന് വെള്ളം വലിച്ചെടുത്ത് വളം വലിച്ചെടുക്കുമായിരുന്നു.
അത്രയും ആഴത്തിലേക്ക് വെള്ളം വലിച്ചെടുക്കാനും അതിന് പിടിച്ചു നിൽക്കാനും വേണ്ടി അത് അതിൻ്റെ സംഘർഷത്തിലൂടെ കടന്നുപോയി. ആ സംഘർഷങ്ങളൊക്കെ തന്നെ അതിൻ്റെ വേരുകൾ ഭൂമിയിൽ ആഴത്തിൽ പിടിച്ചു നിർത്തി. ആ ആഴത്തിലിറങ്ങുന്നതായിരിക്കുന്ന വേരുകളാണ് ആ കൃഷിയിടത്തിലെ വെള്ളവും വളവും വലിച്ചെടുത്ത് നെന്മണികളെ നിറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. നീ അവയ്ക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന മൃദുവായ കാറ്റ് കൊടുത്തു, മൃദുവായ വെയിൽ കൊടുത്തു, മൃദുവായ മഴ കൊടുത്തു. അതുകൊണ്ട് അവർക്ക് യാതൊരു സംഘർഷവും ഉണ്ടായില്ല. സ്വസ്ഥമായി വളർന്നു വന്ന ചെടി അതിൻ്റെ വേരിന് ആഴത്തിലിറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതിന്. അതുകൊണ്ട് അത് ഇറങ്ങിയില്ല. ആഴത്തിലിറങ്ങാത്തത് കൊണ്ട് വെള്ളവും വളവും വലിക്കാൻ അതിനായില്ല. വേര് കുറഞ്ഞു പോയി. നീ ഒരു ചെടി പറിച്ചു നോക്ക്, അതിന് വേര് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരു നെൽച്ചെടിക്ക് ഉണ്ടാവേണ്ട അത്ര വേര് അതിനുണ്ടായിരിക്കില്ല. കാരണം നീ കൊടുത്ത സുഖം കൊണ്ടാണ് എന്ന്. ഇത് നമുക്കുള്ള പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ വളരുന്ന സമയത്ത്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എന്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഭഗവാനെ എന്ന് ചോദിക്കേണ്ട. തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് കുറച്ചുകൂടെ ഏതെങ്കിലും ഒരു നിങ്ങളുടെ കഴിവിനെ വികസിപ്പിക്കാൻ വേണ്ടി, നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ കൂട്ടാൻ വേണ്ടി, ഈ ലോകത്ത് ശക്തമായ വ്യക്തിത്വമായി വളർന്നു വരാൻ വേണ്ടി വീശിയടിക്കുന്ന കാറ്റും അത് നിർത്താതെ പെയ്യുന്ന അഥവാ കുറഞ്ഞു പോകുന്ന വെള്ളം, കൂടുന്ന വെള്ളം, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ശക്തി വളർത്താൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അധികം സുഖം കൊടുത്ത് വളർത്തുന്ന മക്കൾ ഒരിക്കലും മാതാപിതാക്കൾക്ക് തിരിച്ചു സുഖം കൊടുക്കാറില്ല. കാരണം കഷ്ടപ്പാടിൻ്റെ വേദനയറിഞ്ഞ മക്കൾക്ക് മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പല മാതാപിതാക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടി ചോദിക്കുന്നതൊന്നും വിട്ടുകൊടുക്കാതെ എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തു, അത്ര സുഖം കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത എല്ലാ സുഖം കൊടുത്തിട്ടാണ് എൻ്റെ മോനെ വളർത്തിയത്. പക്ഷേ വളർന്നു പോയപ്പോൾ അവൻ ഇങ്ങനെയായി പോയല്ലോ, അവൾ ഇങ്ങനെയായി പോയല്ലോ എന്ന്. ഇതേ ഉത്തരമാണ് ഭഗവാൻ നിങ്ങളോട് പറയാണ്ടാവുക. അവർ വേര് വളർന്നുകൊണ്ട് ഏത് പ്രോപ്പറായ രീതിയിൽ വളരണോ ആ രീതിയിൽ വളർന്നില്ല. അതുകൊണ്ടാണ് സുഖത്തിന് പകരം നിങ്ങൾക്ക് ദുഃഖം തരുന്നത് എന്ന്. അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുന്ന സമയത്ത് ഒരിക്കലും ഭഗവാനെ പഴിക്കേണ്ട ആവശ്യമില്ല, അവനവനെ പഴിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളാണ് നമ്മുടെ ശക്തിയാകുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ആധാരമാകുന്നത്. അതുതന്നെയാണ് നമ്മുടെ സ്ട്രെങ്ത് ആകുന്നത്. എത്ര കൂടുതൽ കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്നിട്ടുണ്ടോ അത്രയും വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് വിജയം ആർജിക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ നിറയുകയുള്ളൂ. അതുകൊണ്ട് കഷ്ടപ്പാടുണ്ടോ വിഷമിക്കാതെ ഉറക്കെ ചിരിക്കാൻ പഠിക്കൂ. ആരാണോ തൻ്റെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് ഉറക്കെ ചിരിച്ചുകൊണ്ട് ശക്തി ആർജിച്ച് മുന്നോട്ട് പോകുന്നത് അവർ വൻമരം പോലെ സമൂഹത്തിൽ വളർന്ന് എല്ലാവർക്കും തണലേക തന്നെ ചെയ്യും. അതുകൊണ്ട് കഷ്ടപ്പാടുകൾ വിഷമിക്കാതെ കഷ്ടപ്പാടിൽ നമ്മൾ ചിരിക്കാൻ പഠിക്കണം. കരയേണ്ടടുത്ത് ചിരിക്കാൻ പഠിച്ചാൽ ചിരി മാത്രമുള്ള ജീവിതം നമുക്ക് വേണ്ടി മുന്നിൽ തുറന്നു തരുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല ജീവിതം എല്ലാ കഷ്ടപ്പാടിനെയും സുഖത്തിലേക്ക് മാറ്റിക്കൊണ്ട് എല്ലാ നന്മകളും വരുന്നൊരു ജീവിതം നേടിയെടുക്കാനാവട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.